ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവേഷ്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദൈവകൃപയിലൂടെയുള്ള ഈ യാത്രയിൽ ദൈവം നമുക്ക് ബൈബിൾ തന്നത് എന്തിന് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വളരെ പ്രത്യേകമായിട്ടുള്ള സമ്മാനം ലഭിച്ചിട്ടുണ്ടോ? എന്നാൽ അത് തുറക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇതെനിക്ക് തന്നത്, എന്തിനാണ് തന്നത്? ഇന്ന് നമ്മൾ അത്തരമൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ദൈവം നമുക്ക് ബൈബിൾ തന്നത് എന്തിനാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. കാരണം തെറ്റായ കാരണം കൊണ്ട് നമുക്ക് ബൈബിൾ പഠിക്കാൻ സാധിക്കും. ചിലർ പഠിക്കുന്നത് വെറും അറിവിനായിട്ടാണ്, മറ്റു ചിലർ മറ്റുള്ളവരെ വിമർശിക്കാൻ, വേറെ ചിലർ കടമ എന്ന നിലയിൽ പഠിക്കും. പക്ഷേ ഇതൊന്നും ദൈവത്തിൻ്റെ ഉദ്ദേശമല്ല. ദൈവം എന്ത് ലക്ഷ്യത്തോടെ വചനം നൽകിയോ അതേ ലക്ഷ്യത്തോടെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മുഴുവൻ ബൈബിളും വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വാക്യം നമ്മുടെ മനസ്സിലേക്ക് വരും. യോഹന്നാൻ 3:16. ദൈവം ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചു. ഇതാണ് ബൈബിളിൻ്റെ ഹൃദയം. ദൈവം നമ്മളെ തീക്ഷ്ണമായി സ്നേഹിക്കുന്നു, നമ്മളെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആരും പാപത്താൽ മലിനപ്പെട്ട് നശിക്കരുത്. ഇതാണ് ദൈവഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ദൈവവചനത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായില്ലെങ്കിലും അവിടുത്തെ ഹൃദയത്തെ അറിയാൻ ആഗ്രഹമുണ്ട്. കുട്ടികളായ ആളുകൾ ഒന്ന് സങ്കല്പിക്കൂ. നമ്മുടെ അമ്മ നമുക്കൊരു കത്ത് എഴുതുന്നു. നമ്മൾ ആ കത്ത് വായിക്കുമ്പോൾ എന്താണ് തിരിയുന്നത്? വാക്കുകളുടെ എണ്ണമോ അക്ഷരങ്ങളുടെ വലിപ്പമോ? അല്ല, അമ്മയുടെ സ്നേഹം, അല്ലേ? അതുപോലെയാണ് ബൈബിൾ. ഇതിലെ വിശദാംശങ്ങൾ പ്രധാനമാണ്, പക്ഷേ ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെ ഹൃദയമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം അവിടെ അവസാനിക്കുന്നില്ല. ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ അടിസ്ഥാനം ഇടുന്നത് കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അതുപോലെ രക്ഷ ഒരു തുടക്കം മാത്രമാണ്. ദൈവം നമ്മളെ രക്ഷിക്കുന്നു, എന്നിട്ട് രൂപാന്തരപ്പെടുത്തുന്നു. 2 തിമോത്തിയോസ് 3:16-17 ഇങ്ങനെ പറയുന്നത്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അതായത് ആദാമിൽ ജീവശ്വാസം ഊതിയതുപോലെ ഈ പുസ്തകത്തിൽ ദൈവം ഊതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ശ്വാസമില്ലാത്ത ഏത് പുസ്തകവും ഒരു പിടി മണ്ണ് മാത്രമാണ്. പക്ഷേ ബൈബിൾ ജീവനുള്ള വചനമാണ്. ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മെ ഉപദേശിക്കാനാണ്, നമുക്ക് യഥാർത്ഥ വഴി കാണിച്ചു തരാനാണ്, ഇരുട്ടിലൊരു വിളക്ക് പോലെ ആവാൻ. ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വളരെ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. വിവാഹം, ജോലി, സുഹൃത്തുക്കൾ, കരിയർ. ബൈബിൾ നിങ്ങളുടെ GPS ആണ്. ശരിയായ വഴി ബൈബിൾ കാണിക്കും. നമ്മളെ ശാസിക്കാൻ വേണ്ടി ദൈവവചനം നൽകിയിരിക്കുന്നു. ദൈവികത വഴി നിലനിൽക്കാൻ നമുക്ക് ശക്തമായ ശാസന ആവശ്യമാണ്. പക്ഷേ ഇത് ശിക്ഷയല്ല, നമ്മൾ മനസ്സിലാക്കണം, ഇത് സംരക്ഷണമാണ്. ഒരു കുഞ്ഞ് അടുപ്പിൽ കൈവയ്ക്കാൻ പോകുമ്പോൾ അമ്മ തടയുന്നത് പോലെ ദൈവം നമ്മെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. പിന്നീട് നമുക്ക് ദൈവവചനം നൽകിയിരിക്കുന്നത് നമ്മെ തിരുത്താൻ വേണ്ടിയാണ്. നാം വഴിതെറ്റിപ്പോകുമ്പോൾ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ. എല്ലാവരും തെറ്റ് ചെയ്യും, പക്ഷേ ബൈബിൾ പറയുന്നു, തിരികെ വരൂ, ഇതാണ് ശരിയായ വഴി. കൃപ നമുക്ക് 2ാം അവസരം തരുന്നു, 3ാമത്തെയും 40ാമത്തെയും. നീതിയുടെ അഭ്യാസത്തിനായി ബൈബിൾ നമുക്ക് വചനങ്ങൾ നൽകിയിരിക്കുന്നു. നീതിയുടെ വഴിയിൽ നമ്മെ പരിശീലിപ്പിക്കാൻ. ഈ കായിക താരങ്ങൾ എങ്ങനെ ദിവസേന പരിശീലിക്കുന്നുവോ അതുപോലെ ബൈബിൾ നമ്മുടെ ആത്മീയ പരിശീലന കേന്ദ്രമാവണം. ദിവസേന പരിശീലിക്കുമ്പോൾ നാം ആത്മീയമായി ശക്തരാകും. എല്ലാം ഒന്നിച്ച് ചേർക്കുമ്പോൾ എന്തായിരിക്കും ബൈബിൾ ലക്ഷ്യം? നമ്മുടെ സ്വഭാവത്തെ മാറ്റുക. ദൈവം ആഗ്രഹിക്കുന്നത് നാം തികഞ്ഞവരാകുക എന്നാണ്. ഇതിനർത്ഥം തെറ്റില്ലാത്തവർ എന്നല്ല, അർത്ഥം പൂർണ്ണർ, കുറവില്ലാത്തവർ. ഒരു ഗ്ലാസ് നിറയെ വെള്ളം തുളുമ്പി നിൽക്കുന്നത് പോലെ നമ്മുടെ സ്വഭാവം പൂർണ്ണവും സമതുലനമുള്ളതാകണം. സ്നേഹം നിറഞ്ഞത്, സമാധാനം നിറഞ്ഞത്, സന്തോഷം നിറഞ്ഞത്, ക്ഷമ നിറഞ്ഞത്, ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിക്കുന്ന ജീവിതം. ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൻ്റെ മനുഷ്യൻ എല്ലാ സൽപ്രവൃത്തിക്കും സജ്ജനായി തികഞ്ഞനാവുക എന്നാണ്. ദൈവം നമുക്കായി പദ്ധതിയിട്ട എല്ലാ നല്ല പ്രവൃത്തിയും ചെയ്യാൻ, അഭിഷിക്തരും സജ്ജരുമായി ദൈവത്തെ സ്നേഹിക്കുവാൻ. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ പഠിക്കുന്നത് വെറും അറിവിനല്ല, മറ്റുള്ളവർ വിമർശിക്കാനല്ല, കടമ എന്ന നിലയിലല്ല. ദൈവത്തെ അറിയാൻ, ദൈവത്തെ പോലെ ആകാൻ, ദൈവത്തിൻ്റെ ഹൃദയം അനുഭവിക്കാൻ, മാറ്റപ്പെടാൻ. കുട്ടികളെ, നമുക്ക് യേശുവിനെ പോലെ സ്കൂളിൽ ജീവിക്കാൻ,
യുവാക്കളെ ജോലി സ്ഥലത്ത് ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യാൻ, മുതിർന്നവരെ കുടുംബത്തിലും സമൂഹത്തിലും വെളിച്ചമാകുവാൻ. ഇതാണ് ബൈബിളിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ഒരു പ്രധാന രഹസ്യമുണ്ട്. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ ദൈവവചനം പഠിപ്പിക്കാൻ കഴിയൂ. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മെയും പഠിപ്പിക്കാൻ തയ്യാറാണ്. എമൗസിലേക്ക് യേശു 2 ശിഷ്യന്മാരോടൊപ്പം നടന്നപ്പോൾ തിരുവെഴുത്തുകൾ അവിടുന്ന് അവർക്ക് തുറന്നു കൊടുത്തു. അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കർത്താവ് തിരുവെഴുത്തുകൾ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? ഇന്ന് നമ്മളും അനുഭവിക്കാം, പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകൾ തുറന്നു തരുമ്പോൾ നമ്മുടെ ഹൃദയവും കത്തും. കാരണം വചനത്തിൽ നാം ക്രിസ്തുവിൻ്റെ തേജസ് കാണുകയാണ്. പഴയ നിയമത്തിൽ ആളുകൾ ധ്യാനിച്ചത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനങ്ങൾ. പക്ഷെ ഇന്ന് നാം ധ്യാനിക്കുന്നത് ജഡമായ വചനത്തെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ. 2 കൊരിന്ത്യർ 3:18 പറയുന്നു: നാം എല്ലാവരും മൂടുപടം നീക്കിയ മുഖത്തോടെ കർത്താവിൻ്റെ തേജസ്സിനെ ഒരു ദർപ്പണത്തിൽ എന്ന പോലെ ദർശിച്ചുകൊണ്ട് അതേ രൂപത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം തിരുവെഴുത്തുകൾ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ തേജസ് കാണുന്നു. ആ തേജസ്സിൽ നിരന്തരം നോക്കുന്നവൻ സങ്കീർത്തനം 1:3 പോലെ ആറ്റരികിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാകും. കാലാകാലത്തിൽ ഫലം കായ്ക്കും, ഇലവാടുകയില്ല. സങ്കീർത്തനം 92:14 ഇപ്രകാരം പറയുന്നു: വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവഹിതം. സദൃശ്യവാക്യം 25:2 പറയുന്നു: കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. സ്വർണവും രത്നങ്ങളും ഭൂമിയുടെ ആയിരക്കണക്കിനടിയിൽ താഴെ ഒളിഞ്ഞിരിക്കുന്നു, കുഴിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. തിരുവെഴുത്തുകളും അങ്ങനെ തന്നെയാണ്. ദൈവം നിഗൂഢ സത്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു, അതാണ് അവിടുത്തെ മഹത്വം. നമ്മൾ ക്രിസ്തുവിൽ രാജാക്കന്മാരാണ്. ദൈവവചനത്തിലെ നിഗൂഢ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നത് നമ്മുടെ മഹത്വം. അതിനാൽ ഉപരിവിപ്ലവമായി വായിച്ചാൽ മതിയാവില്ല, ആഴത്തിൽ കുഴിക്കണം, തിരയണം, ധ്യാനിക്കണം. മത്തായി 11:25 യേശു പറഞ്ഞു: പിതാവേ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിശയകരമല്ലേ? തിരുവെഴുത്തുകൾ മനസ്സിലാക്കാൻ നാം മണ്ടന്മാരാകണമെന്നല്ല, പക്ഷെ ശിശുവിനെ പോലെ നിർമ്മലമായ ഹൃദയം വേണം, വിനീതമായ മനോഭാവം വേണം, വിശ്വസിക്കുന്ന സ്വഭാവം വേണം. നമ്മുടെ ഹൃദയനിലയാണ് നമ്മുടെ ഐക്യമല്ല ദൈവവചനം മനസ്സിലാക്കി തരുന്നത്. മുതിർന്നവരെ, നിങ്ങളുടെ പ്രായവും പരിചയവും അഹങ്കാരത്തിനല്ല, വിനയത്തിനായി ഉപയോഗിക്കൂ. യുവാക്കളെ, നിങ്ങളുടെ വിദ്യാഭ്യാസവും അറിവും ദൈവത്തെ അറിയാൻ ഉപയോഗിക്കൂ. കുട്ടികളെ, നിങ്ങളുടെ ലാളിത്യവും വിശ്വാസവും മാതൃക തന്നെ. എല്ലാവർക്കും ദൈവവചനത്തിൽ ഇടമുണ്ട്. ദൈവവചനത്തിൽ നമുക്ക് എന്തെല്ലാമുണ്ട്? വിശ്വസിക്കാനുള്ള വാഗ്ദാനങ്ങളുണ്ട്, അനുസരിക്കാനുള്ള കൽപ്പനകളുണ്ട്, ശ്രദ്ധിക്കാനുള്ള ശാസനകളുണ്ട്, ആശ്വസിക്കാനുള്ള സാന്ത്വനങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, വിശ്വാസം സംബന്ധിച്ച എല്ലാ കാര്യത്തിലും അവസാന അധികാരം ബൈബിളിനാണ്. വികാരങ്ങൾക്കല്ല, പാരമ്പര്യങ്ങൾക്കല്ല, മനുഷ്യാഭിപ്രായങ്ങൾക്കല്ല, ദൈവവചനത്തിന് മാത്രം. അല്ലെങ്കിൽ എന്താകും? കടലിൽ തിരമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ഓരോ പുതിയ ഉപദേശത്തിനും അകപ്പെടും, അവസാനം വിശ്വാസം തന്നെ നഷ്ടമാകും. പക്ഷെ വചനത്തിൽ അടിയുറച്ചാൽ നമ്മൾ സുരക്ഷിതരാകും. സങ്കീർത്തനം 132:2 അത്ഭുതകരമായ സത്യം വെളിപ്പെടുത്തുന്നു: ദൈവം തൻ്റെ നാമത്തിന് മീതൊക്കെയും തൻ്റെ വചനത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ നാമത്തെ എത്ര ബഹുമാനിക്കുന്നു, അതിലും കൂടുതൽ തൻ്റെ വചനത്തെ. വചനത്തെ തള്ളിക്കളഞ്ഞാൽ വലിയ നഷ്ടം, വചനത്തെ അവഗണിച്ചാൽ ആത്മീയ ക്ഷാമം, വചനത്തെ ലഘുവായി എടുത്താൽ ദുർബലത. എന്നാൽ നാം വചനത്തെ ആദരിച്ചാൽ പറഞ്ഞു തീരാത്ത സമൃദ്ധി, വചനത്തെ മാനിച്ചാൽ ജീവൻ്റെ വാതിൽ തുറക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇതെല്ലാം കേട്ടതിന് ശേഷം ഒരു ചോദ്യം: നിങ്ങൾ എന്തിനാണ് ബൈബിൾ വായിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് വായിക്കാത്തത്? ഇന്ന് മുതലൊരു തീരുമാനമെടുക്കൂ. ഞാൻ ദൈവവചനം വായിക്കും. ദൈവഹൃദയം അറിയാൻ, എൻ്റെ ജീവിതം മാറ്റപ്പെടാൻ, ദൈവത്തെ പോലെ ആകാൻ, എല്ലാ സൽപ്രവൃത്തിക്കും സജ്ജനാകാൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ വചനത്തിൽ നന്ദി. അതിലൂടെ അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സ്വഭാവത്തെ മാറ്റണമേ. അങ്ങയെപ്പോലെ ഞങ്ങളെ രൂപപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഉൽപ്പത്തി അധ്യായത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ്. ഉൽപ്പത്തി അധ്യായത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ, അത്ഭുതങ്ങൾ, വാഗ്ദാനങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ മനസ്സിലാക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഉൽപ്പത്തി അധ്യായത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ്. ഉൽപ്പത്തി അധ്യായത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ, അത്ഭുതങ്ങൾ, വാഗ്ദാനങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ മനസ്സിലാക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.